ഹലോ, ഗുഡ് ഈവനിങ് ചക്രകളെ. എന്നാണ്ട് ശേഷം എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കുന്ന, ഇന്നലെയൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ച് AR റഹ്മാൻ ഭാര്യയായിട്ട് പിരിഞ്ഞു, അതിനെപ്പറ്റി സിംഗുൽ എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യാൻ വയ്യുന്നു. എനിക്കതേക്കുറിച്ചൊന്നും കൂടുതൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ. നമ്മൾ ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ചാലും നമ്മുടെ കുടുംബത്ത് ഇരിക്കുന്ന ഭാര്യയെ സന്തോഷിപ്പിച്ചില്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യാഘാതമാണ് ആ കണ്ടതെന്ന് ഞാൻ വിചാരിക്കുന്നു. അവരുടെ ഗോസിപ്പൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. അദ്ദേഹം വേറെ അങ്ങനെ ഇങ്ങനെയൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനത്തെ ഒരു വ്യക്തിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് അറിയാൻ പറ്റില്ല ആരുടെയും കുറിച്ച്. പക്ഷേങ്കിൽ ഒന്ന് പറയാം, ഒരു സ്ത്രീയാണ് അത് വേണ്ടെന്ന് വെച്ചൊന്നും തോന്നുന്നില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം ഞാനും ഇങ്ങനൊരു സിറ്റുവേഷനിൽ ഒരാളെ വേണ്ടെന്ന് വെച്ചിട്ടില്ല. ഒരു സ്ത്രീ ഒരു പുരുഷനെ വേണ്ടെന്ന് നോക്കുമ്പോൾ അതിൽ ന്യായമായൊരു റീസൺ കാണും. എന്താണെന്ന് വെച്ചാൽ സ്നേഹത്തിൻ്റെ പ്രശ്നം തന്നെയായിരിക്കും, അല്ലേ? ഇപ്പം ഒരു ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നത്, നമ്മളൊരു കല്യാണം കഴിച്ച ആദ്യ കാലഘട്ടങ്ങളിൽ ഇപ്പോൾ അവർക്ക് 3 കുട്ടികളൊക്കെ ഉള്ളതല്ലേ, സ്നേഹമില്ലായിട്ടാണ് 3 കുട്ടികളുണ്ടായിരുന്നവർക്കും. ഇതെങ്ങനെയാണെന്നറിയാമോ? ആദ്യ കാലഘട്ടങ്ങളിൽ സ്ത്രീ കല്യാണം കഴിച്ച ആദ്യമൊക്കെ കുറച്ച് റൊമാൻറ്റിക് അങ്ങോട്ടും ഇട്ടൊക്കെ കാണും. അങ്ങനെ ഒരു കുട്ടിയുണ്ടായി, 2 കുട്ടിയുണ്ടായി, ഒരു 3 കുട്ടികൾ. അപ്പോൾ അവർ ഈ കുട്ടികളെ വളർത്തുന്ന ശ്രദ്ധയിൽ തന്നെ നമ്മളൊരു പക്ഷേ ഭർത്താവിൻ്റെ സ്നേഹപ്രകടനമൊന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മളൊരു 85%, 180% കുട്ടികളുമായിട്ടായിരിക്കും നമ്മുടെ കൂടുതൽ സമയം. ആ സമയത്ത് ഭർത്താവിൻ്റെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഭർത്താവിൻ്റെ സ്നേഹവും പ്രകടനവും ഒന്നും കിട്ടിയില്ലെങ്കിലും വലിയ കുഴപ്പമില്ല. കാരണം നമുക്ക് അതിന് സമയമില്ല. നമ്മൾ ഈ കുഞ്ഞുങ്ങൾ വളർത്തുന്നവർ അത്ര ചെറിയ കാര്യമില്ല. ഇനി ആരൊക്കെ സഹായിക്കാനുണ്ടെന്ന് പറഞ്ഞാലും കുഞ്ഞുങ്ങളെ പ്രസവിച്ചിട്ടുണ്ടോ ഒരു അമ്മയാണോ ഒരു കുടുംബിനിയാണോ നമുക്ക് ഒരു സ്വസ്ഥതയും സമാധാനവും കാണത്തില്ല. ആ മുലയൂട്ടുന്ന കാലഘട്ടം മുതൽ ആ കുഞ്ഞൊന്ന് ഓടി നടക്കുന്ന കാലഘട്ടം, അവരൊന്ന് സ്കൂളിൽ പോകുന്നവരെ ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഒരു അമ്മയെ സംബന്ധിച്ചോളം ഒരു ഉത്തരവാദിത്തമുള്ളൊരു സമയമാണ്. പിന്നെ അവരുടെ പടിപടിയായിട്ട് വളർന്ന് വീട്ടിൽ അവർ നിറഞ്ഞു നിൽക്കുമ്പോൾ നമ്മൾ അവരുടെ വളർച്ചകൾ, സ്കൂളിൽ പോക്ക്, കോളേജിൽ പോക്ക്, ഇങ്ങനെ കാലഘട്ടം മാറുന്നതനുസരിച്ച് നമ്മളുടെ ജീവിതം ഭയങ്കര സന്തോഷവും പണവും കൂടെ ഉണ്ടെങ്കിൽ സന്തോഷവും സമ്പൽസമൃദ്ധിയും നിറഞ്ഞതായി ഇങ്ങനെ വിളയാടിക്കൊണ്ടിരുന്ന് അങ്ങനെ വന്ന ഒരു സുപ്രഭാതത്തിൽ ഈ മക്കളെല്ലാം കാര്യപ്രാപ്തരായി അവരവരുടെ കാര്യങ്ങൾ നോക്കി വീട് വിട്ടു പോകും. അപ്പോഴാണ് ഈ അമ്മ ഒറ്റയ്ക്കാകുന്നത്. അപ്പോൾ ഏകദേശം 40-45 വയസ്സിലെത്തിയിരിക്കും. അതാണ് പ്രാരബ്ധം തീരുക എന്ന് പറഞ്ഞാൽ. സാമ്പത്തിക പ്രാരബ്ധമല്ല, ഇങ്ങനെയുള്ള പ്രാരബ്ധം. മക്കളെ വളർത്തുക, ഒരു കുടുംബം കറക്റ്റായിട്ട് കൊണ്ടുവന്നിട്ട് നമ്മുടെ ഒരു പ്രാരബ്ധം തീർന്നു നിൽക്കുന്ന ആ ഒരു ഘട്ടത്തിൽ 40-45 വയസ്സിനിടയ്ക്ക്, അപ്പോഴാണ് നമ്മൾ ശരിക്കും മക്കൾ അന്ന് വരെ കൂടെ ഉണ്ടായിരുന്ന മക്കൾ കല്യാണം കഴിച്ചും വിദ്യാഭ്യാസം നേടി മറുനാടുകളിൽ ജോലിക്കല്ല നമ്മളെ ഒരു വീട് വിട്ട് പോവുകയാണ്. അതുകൂടി നമ്മൾ ഒറ്റപ്പെടാൻ തുടങ്ങും. വീട്ടിൽ ജോലിക്കാരി കാണും, അല്ലെ മറ്റു ബന്ധുക്കളും, അവരൊന്നും നമുക്ക് സന്തോഷം തരത്തില്ല. നമ്മൾ പ്രസവിച്ച മക്കളും നമ്മുടെ ഭർത്താവും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് സന്തോഷം ഉണ്ടാകത്തുള്ളൂ. അതുവരെ അവരുടെ കളിച്ചിരികൾ നിറഞ്ഞിരുന്ന വീട് എപ്പോഴും അവരുമായിട്ട് നമ്മൾ ഒപ്പത്തിനുണ്ടായിരുന്നതാണ്. അവർ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ മാറി അവരുടേതായ ലൈഫ് തേടിപ്പോയി കഴിയുമ്പം നമ്മുടെ ഏകാന്തതയും ഒറ്റപ്പെടലും വിഷമം, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിഷമം തന്നെയാണ്. ആ വിഷമത്തിൽ ഈ സ്ത്രീ പെട്ടുപോയ സമയത്ത് എനിക്ക് തോന്നുന്നു റഹ്മാൻ അവരെ കൂടുതൽ ആരും ഇത് പഠിച്ചിട്ടൊന്നും വരുന്നവരല്ലല്ലോ, പക്ഷെ ബുദ്ധിയുള്ള പുരുഷൻ ഇത് മനസ്സിലാക്കി വെക്കും. ആ കാര്യത്തിൽ പുള്ളി പ്രശസ്തിയും പദവിയും പണവും എല്ലാം പുറകെ പോകുമ്പോൾ ഭാര്യയുടെ മനസ്സൊന്ന് കാണത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് തന്നെ ആയിരിക്കും. നമ്മൾ ആ സമയത്താണ് ഭർത്താവ് നമ്മളെ തലോടണമെന്ന് നമ്മൾ ആഗ്രഹിക്കും, നമ്മളെ കെട്ടിപ്പിടിക്കണമെന്ന് ആലോചിക്കും, നമ്മുടെ ഭർത്താവിൻ്റെ മേത്ത് കാല് കയറ്റി വെച്ച് കിടക്കണമെന്ന് നമ്മൾ ആലോചിക്കും, അല്ലേ? നമ്മുടെ ഭർത്താവിൻ്റെ നെഞ്ചോട് ചേർന്നിരിക്കണമെന്ന് നമ്മൾ ആലോചിക്കും. നമുക്ക് ഭർത്താവിൽ നിന്ന് എന്തൊക്കെ കിട്ടും? സെക്സ് അല്ല, നമ്മുടെ ഭർത്താവ് നമ്മളെ സ്പർശിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ആദ്യത്തെ വികാരം സുരക്ഷിതത്വമാണ്. ഒരു സ്ത്രീക്ക് ആദ്യം നമ്മുടെ ഉള്ളിൽ സ്നേഹമുണ്ട്, നമ്മുടെ ഭാര്യയോട് സ്നേഹമുള്ളൊരു ഭർത്താവായിരിക്കും സ്നേഹമുള്ള ഭർത്താവ് എപ്പോഴും ഭാര്യയെ തൊട്ടുരുമയും നയ്ക്കത്തോട്. അത് ഉള്ളിലെ സ്നേഹമാണ്. ഉള്ളിലെ സ്നേഹം ഇങ്ങനെയാണ് പ്രകടമായി പുറത്ത് വരുന്നത്. ഇങ്ങനെ പ്രകടമായി പുറത്ത് വന്നത് ഒരു കൂടെ നിൽക്കുന്ന ഭാര്യ അത് അനുഭവിക്കുമ്പോൾ മാത്രമേ ആ ഭാര്യയ്ക്ക് സുരക്ഷിതത്വ ബോധവും കൂടുതൽ സ്നേഹവും ഭർത്താവിനോട് ആ കെട്ടുബന്ധം, ആ സ്നേഹബന്ധം ഭയങ്കര ആഴത്തിലായിരിക്കും, അല്ലേ? ആ ഭാര്യയുടെ മുഖം ഒന്ന് മാറിയാൽ, അല്ല അവളൊന്ന് പിണങ്ങിയാൽ അവളെ തണുപ്പിച്ച് അനുനയിപ്പിച്ച് തൻ്റെ നെഞ്ചോട് ചേർക്കണം ഭർത്താവ്. എന്ത് കാര്യം അവൾ പറഞ്ഞാലും അവൾക്ക് നമ്മൾ ഒരു ദിവസം കുറച്ച് സമയം അവളെ കേൾക്കാൻ കൊടുക്കണം. ഇന്നതല്ല, അല്ലേ ചേട്ടാ ഇന്നതാണ് എന്ന് പറയുമ്പോൾ ഒരു വീട്ടിലെ കാര്യം പറയും, പുറത്തെ കാര്യം പറയും, കൂട്ടുകാരെ പറയും, എന്താണ് അവരുടെ കാര്യങ്ങൾ, എന്താണ് അവർക്ക് പറയാനുള്ളത്, അത് കേൾക്കാൻ കുറച്ച് സമയം ഭർത്താവ് നല്ല ശ്രോതാവായിരിക്കണം. ശരിയാണോ അല്ലേ? എന്നിട്ട് അവൾക്ക് ചിലപ്പം വല്ല പരാതിയും പരിഭവം കൊണ്ടോ അതിനൊപ്പം ഭർത്താവ് ഒന്ന് കേട്ടിട്ട് തോൾ തട്ടി, നിനക്ക് ഞാനില്ല, നീ വിഷമിക്കേണ്ട എന്ന് പറയുന്നവളും
എന്ന് പറയാനുള്ള ഒരു സമയവും ഭർത്താവ് ഭാര്യയ്ക്ക് എന്നും കൊടുക്കണം. ജീവിതസഖി, നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ജീവിതസഖിയാണ്. ആയുഷ്കാലം മുഴുവൻ നമ്മുടെ കൂടെ ഉണ്ടാകേണ്ടവളാണ് നമ്മുടെ പങ്കാളി. അതിനിടയ്ക്ക് നമ്മൾ പലരെയും കാണും, ജീവിതത്തിൽ പലരെയും കാണും, കണ്ടുമുട്ടും, ബിസിനസ്സിനോ ഇതിനൊക്കെ അവരൊന്നും നമ്മുടെ ഒപ്പം ഉണ്ടാകുന്നവരല്ല. അവസാന കാലഘട്ടം വരെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൂടെ തണലായി ഉണ്ടാകേണ്ടവൾ നമ്മുടെ ഭാര്യയാണ്. ഭാര്യയ്ക്ക് ഭർത്താവ്, ഭർത്താവിന് ഭാര്യ. അതിനായിരിക്കണം ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. എപ്പോഴും എത്ര അകലത്തിലിരുന്നാലും ഇപ്പം ഇവിടെ ഇരിക്കുന്ന പ്രവാസികളാണെങ്കിൽ പോലും ഭാര്യ എപ്പോഴും വിളിക്കണം. നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ആദ്യം ഭാര്യ വിളിച്ചു, നീ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചിരിക്കണം. എല്ലാ കാര്യങ്ങളും നിങ്ങൾ അവിടുന്ന് ഭർത്താവിനോട് പറഞ്ഞാൽ ഭർത്താവ് അവരെ കേൾക്കാനുള്ള സമയം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കണം. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഭർത്താവ് ഇച്ചിരി അകലെ കഴിഞ്ഞാൽ നമുക്ക് എന്തെല്ലാം മാധ്യമങ്ങൾ ഇതിലൂടെ കണ്ട് സംസാരിക്കരുതോ. എന്താ നിൻ്റെ മുഖം പാടിയിരിക്കുന്നത്, എന്താ മരുന്ന് കഴിച്ചില്ലേ, എന്താ വണ്ണം വെച്ചിട്ട് എക്സസൈസിന് പോ, അല്ലെങ്കിൽ മരുന്ന് മേടിക്ക്, അല്ലെങ്കിൽ നീ ബ്യൂട്ടി പാർലറിൽ പോ, അല്ലെങ്കിൽ പിന്നെ എന്താണ് ഈ മുഷിഞ്ഞ വേഷമായിട്ടിരിക്കുന്നത്, നീ ഒരുങ്ങിയിരുന്നേ. ഇങ്ങനെയൊക്കെ നമ്മുടെ ഉള്ളിലെ സ്നേഹം ഭാര്യയോട് പ്രകടിപ്പിക്കണം. ഭാര്യയ്ക്കും അങ്ങോട്ട് തിരിച്ച് ഭർത്താവ് എന്താണ് ഭക്ഷണം കഴിച്ചാൽ നിങ്ങളുടെ മുഖം പാടിയിരിക്കുന്നല്ലോ, നിങ്ങളെന്താ വല്ല ടെൻഷനിലാണ്, അങ്ങോട്ട് ഭാര്യയും ചോദിക്കണം. ഇങ്ങനെ സംസാരിക്കണമെന്നും. ഈ സംസാരിക്കുന്നിടത്തെ പ്രണയവും സ്നേഹവും നിലനിൽക്കത്തുള്ളൂ. സംസാരിക്കുന്നിടത്ത് അകന്നു പോവും. എനിക്ക് തോന്നുന്നു പ്രശസ്തിയിലേക്ക് പുള്ളി പോകും, ഭയങ്കര തിരക്കാണല്ലോ, അതിൻ്റെ ഇടയ്ക്ക് എപ്പോഴോ ഭാര്യയായിട്ടുള്ള സംസാരം കുറഞ്ഞിട്ടുണ്ട്. സംസാരം കുറയും തോറും അകലം വരും. പിന്നെ ഓട്ടോമാറ്റിക്കലി വല്ലപ്പോഴും കാണുമ്പോൾ ഉള്ളൊരു ഇത് വീട്ടിൽ വരുമ്പം കണ്ട് അങ്ങനെ ഇതിങ്ങനെ അകന്നു പോവും. നമ്മുടെ ഇങ്ങനെ എപ്പോഴും സ്നേഹമെന്ന് പറയുന്നത് ഇങ്ങനെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം അങ്ങോട്ടേക്ക് കിട്ടും, പ്രത്യേകിച്ച് ദാമ്പത്യ ബന്ധത്തിൽ. എങ്കിൽ മാത്രമേ നല്ല സ്നേഹം. ഒരിക്കലും ഭാര്യ ഭർത്താവും തമ്മിലെ പ്രേമം നഷ്ടപ്പെടുത്താൻ ഇടയാക്കരുത്. എന്നും വിളിക്കണം, എന്നും കുറേ സമയം സംസാരിക്കണം. നിങ്ങൾ എല്ലാ കാര്യവും സംസാരിക്കണം. എന്നെ കേൾക്കുന്ന ഭാര്യയും ഭർത്താവായിട്ടുള്ളവരുണ്ടെങ്കിൽ അങ്ങനെ ആയിരിക്കണം. ഇനി കല്യാണം ചെയ്യാൻ പോകുന്നവരുണ്ടെങ്കിലും അങ്ങനെ ആയിരിക്കണം. എങ്കിൽ ജീവിതം ഭയങ്കര സുഖമായിരിക്കും. ഇപ്പോൾ ഇവിടെ ഞാൻ നാട്ടിലാണെങ്കിൽ ബോവനായിട്ട് ഞാൻ കല്യാണം കഴിച്ച് കഴിഞ്ഞ് നാട്ടിലിരിക്കുന്ന സമയത്ത് ബോവൻ എപ്പോഴും എന്നെ ഏത് സമയം വിളിക്കും. ഞാനപ്പോൾ ഈ മനുഷ്യൻ എങ്ങനെ ഇങ്ങനെ സമയം കിട്ടത്തുനിന്ന് ഓർക്കും. പുള്ളിക്ക് കിട്ടിയില്ല, പുള്ളി വയലൻ്റ് ആവും. അതുകൊണ്ട് ഞാനും പുള്ളിയെ കേൾക്കും, പുള്ളി എന്നെയും കേൾക്കും. ഇതിന് മാത്രം നേരിട്ട് ഒരുമിച്ചുള്ളപ്പോൾ സംസാരിക്കാറില്ല. പക്ഷേ അകലത്തിരിക്കുമ്പോൾ പുള്ളി ഒരുപാട് സംസാരിക്കും. അങ്ങനെ സ്വന്തം എന്നോട് മാത്രം ബോവൻ ഇത്ര നന്നായിട്ട് സംസാരിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ സംസാരിക്കണം. ആ സംസാരമാണ് ജീവിതത്തിൻ്റെ ആദ്യത്തെ കെട്ടുറപ്പ്. ഇതൊക്കെ ചിലപ്പോൾ അറിയാത്തവരുണ്ട്. അതുപോലെ ഭാര്യയെ 40 വയസ്സ് കഴിയുമ്പോഴാണ് ശരിക്കും ഒറ്റപ്പെടൽ. മക്കൾ വളർന്നെല്ലാം മാറിപ്പോയി കഴിയുമ്പോഴാണ് ഒറ്റപ്പെടൽ. ആ സമയം ഭാര്യ കൂട്ടത്തിൽ പിന്നെ മെൻസസിൻ്റെ ഒരു പ്രോബ്ലമൊക്കെ കാണും, മെനപ്പോസ്, ഇങ്ങനെയൊക്കെ ഒരുപാട് സങ്കടം, ഒരു കൃത്യമായ തീരുമാനം എടുക്കാൻ പറ്റാതെ ആരുമില്ലെന്ന് തോന്നൽ, എന്തൊക്കെയാണ് ഒരു അസ്വസ്ഥ സ്ത്രീ അനുഭവിക്കുന്ന സമയത്ത് ഭർത്താവിൻ്റെ കെയർ കംപ്ലീറ്റ് ആയിട്ട് ഭാര്യയ്ക്ക് കിട്ടണം. സ്നേഹം പരിപാലിക്കപ്പെടേണ്ടവളാണ് സ്ത്രീക്കത് നിർബന്ധം കൊടുത്തിരിക്കണം. തീർച്ചയായിട്ടും നല്ല സുന്ദരമായി ഭാര്യയും മക്കളെയും നമ്മുടെ നല്ല കാലങ്ങളിൽ മുഴുവൻ സംരക്ഷിച്ചിട്ടുള്ള ഒരു പുരുഷനും പിൽക്കാലത്ത് അവരുടെ സ്നേഹവും സംരക്ഷണവും അനുഭവിച്ച് ഇവിടുന്ന് അവരുടെ മരണം വരെ അതവരുടെ കൂടെ ഉണ്ടാകും. അതനുഭവിച്ച് ആ മനുഷ്യൻ ഇവിടുന്ന് ഭൂമിയിൽ നിന്ന് പോകത്തുള്ളൂ. അതേസമയം നല്ല കാലഘട്ടങ്ങളിലൊക്കെ കുടുംബം നോക്കാതെ, ഭാര്യയെ കേൾക്കാതെ, മക്കളെ കേൾക്കാതെ, എന്തെങ്കിലും സാമ്പത്തികം മാത്രം കൊടുക്കും, മറ്റു കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറുള്ളൊരു പുരുഷൻ പിൽക്കാലത്ത് വാർദ്ധക്യത്തിലും വയസ്സായും ഒക്കെ വീട്ടിൽ വന്നിരുന്ന ഭാര്യ മക്കളും വേണ്ടവിധം ശുശ്രൂഷിക്കത്ത പോലുമില്ല. കാരണം അവരുടെ ഓർമ്മയിൽ ഇത് വെറും ATM കൗണ്ടർ മാത്രമല്ലെന്ന്, അല്ലാതെ ഇതിൽ നിന്ന് വേറൊന്നും അവർക്ക് കിട്ടിയിട്ടില്ല. മനസ്സിലായേ? പ്രകടിപ്പിക്കുന്ന സ്നേഹം കൊടുത്തെങ്കിൽ മാത്രമേ തിരിച്ചവർക്ക് സ്നേഹിക്കാം. നിങ്ങൾ കുറേ പണം കൊടുത്തത് കൊണ്ടോ, വലിയ ബംഗ്ലാവ് വെച്ച് കൊടുത്തോണ്ടോ, കാറ് മേടിച്ചു കൊടുത്തോണ്ടോ, സ്വർണം മേടിച്ചു കൊണ്ടോ ഒന്നും ആയില്ല. ഭാര്യയെ പ്രകടിപ്പിക്കുന്ന സ്നേഹം കൊണ്ട് സംതൃപ്തമാക്കണം, കെട്ടിപ്പിടിക്കണം, ചേർത്ത് നിർത്തണം, അവളെ തഴുകണം. ഇതെല്ലാം എങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടത്? അവൾക്ക് പനി വന്നാൽ അവളെ കൂടെ ശുശ്രൂഷിക്കണം. അവൾക്ക് അസുഖം വന്നാൽ അവൾ ഹോസ്പിറ്റലിൽ അവിടെ കൂടെ വേറെ ആരെയും നിർത്തല്ല. നിങ്ങൾ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ആയിരിക്കണം. നിങ്ങൾ കിടന്നാൽ എന്തായാലും നിങ്ങളുടെ ഭാര്യ നോക്കും. അപ്പോൾ ഭാര്യ കിടന്നാൽ നിങ്ങൾ നോക്കണം, വേറെ ആരെയും നിർത്താൻ നിങ്ങൾ തന്നെ നോക്കണം. ഇങ്ങനെ എല്ലാ വിധത്തിലും ഭാര്യയെ കൂടുതൽ സംരക്ഷിക്കുകയും കെയർ ചെയ്യുകയും ചെയ്തിരിക്കുന്ന ഒരു ബന്ധങ്ങളും വയസ്സാകും തോറും സ്നേഹം കൂടിക്കൊണ്ടിരിക്കും. വയസ്സാകുന്നതോറും കൂടുതൽ അറ്റാച്ച്മെൻറ്റ് കൂടും. കാരണം മക്കളൊക്കെ പോയി കഴിയല്ലേ, പിന്നെ നമ്മുടെ മാത്രം ലോകമാണ് എപ്പോഴും. അത് കഴിഞ്ഞാൽ മക്കളെല്ലാം പറന്നു പോയി കഴിഞ്ഞാൽ പിന്നെ ഭാര്യയെ അവർ വളർന്ന് വലുതായി അവരുടേതായ ഇത് തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഭാര്യയെ കൂടെ കൂട്ടണം. യാത്രകളിലല്ലേ നിങ്ങൾ ബിസിയാണ്, നിങ്ങളുടെ ഭാര്യയെ കൂടെ കൂട്ടണം. നിങ്ങൾക്ക് വീട്ടിലിരിക്കാൻ പറ്റത്തില്ല, ഭാര്യ ഒറ്റയ്ക്ക് നിർത്തരുത്, ഭാര്യയെ കൂടെ കൂട്ടണം.
ഞാൻ പറഞ്ഞതാണ്, നിങ്ങൾ എത്ര വലിയ ബിസിനസ്മാനാണല്ലോ. ഇപ്പോൾ യൂസഫലിക്ക പോലും ചില സമയത്ത് ഭാര്യയെ കൂടെ കൊണ്ടു നടക്കും. മമ്മൂട്ടിയെ കണ്ടില്ലേ, പുള്ളിക്കാരുടെ ഭാര്യയെ ഇട്ടിട്ടൊരു കളിയില്ല. നിങ്ങൾ കാണുന്നില്ലേ, ഒരു ദിവസം മമ്മൂട്ടിയെ ഏതോ നടൻ, എനിക്ക് തോന്നുന്നു മുകേഷാണെന്ന് തോന്നുന്നു, ചോദിക്കുന്നത് എപ്പോഴും ഭാര്യയെ വിളിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ ഉടനെ പറഞ്ഞു, അദ്ദേഹം അത് മുകേഷിൻ്റെ ജീവിതം കണ്ട, എപ്പോഴും ഭാര്യയെ വിളിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചെന്ന് തോന്നുന്നു, പുള്ളിക്കാരാണെന്ന് ചോദിച്ചെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു, ഞാൻ എവിടെയോ കേട്ടതാണത്. എപ്പോഴും എന്തിനാണ് ഭാര്യ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ, പിന്നെ എപ്പോഴും വിളിക്കുന്നതെന്ന് ചോദിച്ചെന്ന് തോന്നുന്നു. അപ്പം എന്താണെന്നറിയാമോ, ഇത് പ്രകടിപ്പിക്കാൻ അറിയാത്തത് കൊണ്ടാണ്. പുള്ളിക്കാരൻ ഭാര്യയെ എപ്പോഴും വിളിച്ച് പ്രകടിപ്പിക്കണം സ്നേഹം. അദ്ദേഹം അവൾ ഒറ്റപ്പെട്ടിരിക്കുകയാണെന്നറിയാം. അകന്നിരിക്കുമ്പോൾ തൻ്റെ ഇണയെ സന്തോഷിപ്പിക്കേണ്ട ഉത്തരവാദിത്വം പുരുഷനാണ് കൂടുതലുള്ളത്. ആ സ്ത്രീക്ക് അതിന് ബൂസ്റ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. മനസ്സിലായ? അപ്പം നമ്മുടെ കുടുംബിന്, നമ്മുടെ മക്കളെ വളർത്തേണ്ട, നമ്മൾ ചെല്ലുമ്പോൾ കാത്തിരിക്കേണ്ട, നമ്മുടെ എല്ലാമായ നമ്മുടെ വാമഭാഗമാണ് നമ്മുടെ ഭാര്യ എന്ന ബോധത്തോടു കൂടി ഭാര്യയെ ഇങ്ങനെ സ്നേഹം കൊടുത്തോണ്ട് സംസാരത്തിലൂടെ കൊടുത്തു. അപ്പോൾ മമ്മൂട്ടി ആ കൃത്യസമയത്ത് എല്ലാ സമയവും ഇടവേളകൾ കിട്ട ഉടനെ എന്നെ ഭാര്യയെ വിളിക്കുമെന്നാണ് പറയുന്നത്. അവരുടെ ജീവിതം കണ്ട ഇന്ന് ഒരു വയസ്സാവുന്നുണ്ട്. അങ്ങനെ വേണം. അങ്ങനെ ഭാര്യ ആ വീട്ടിൽ കിടക്കട്ടെ, മക്കളെ നോക്കി നമ്മൾ ചിലവിന് കൊടുക്കണം, അവൾ കഴിച്ചതിനോട് ഉണ്ട്, നമുക്ക് വല്ലതും അറിയണം എന്നും പറഞ്ഞ് വിചാരിച്ചിരിക്കുന്ന പുരുഷൻ്റെ ജീവിതം അവസാന കാലം വാർദ്ധക്യത്തിലിരിക്കുമ്പോൾ ഭാര്യയും മക്കളൊന്നും നോക്കത്തില്ല. വല്ലതും വേണമെന്നും അയാളുടെ ഒരു ഇഷ്ടം പോലും, ചിലപ്പോൾ ബോധം ഉണ്ടായിട്ട് പോലും നമ്മളെ നോക്കാതെ അവർ അവോയ്ഡ് ചെയ്ത് പോകും. അപ്പം നമ്മൾ അനുഭവിക്കുന്നൊരു വിഷമം എന്തായിരിക്കും എന്നറിയാമോ? അതുകൊണ്ട് നമ്മൾ നല്ല കാലത്ത് ജീവിച്ചിരിക്കുമ്പോൾ ഭാര്യയും മക്കളെ സ്നേഹം പ്രകടിപ്പിക്കണം. ഭാര്യയോട് പ്രത്യേകിച്ച് സ്നേഹം പ്രകടിപ്പിക്കണം. അവളെ ഒന്ന് കേൾക്കണം, അവളെ ഒന്ന് ഒരുക്കി കൈപിടിച്ച് കൊണ്ട് നടക്കണം. പുറം ലോകത്തെല്ലാം അവൾ പോകുമ്പോൾ അവളെ കൂട്ടായി കൊണ്ടുപോകണം. അവൾക്ക് നല്ല ഭക്ഷണങ്ങളും നല്ല വസ്ത്രങ്ങളും മേടിച്ചു കൊടുക്കണം. ബിസിനസ്സുകാരാൾക്കാരോട് പറയുന്നത്, നമുക്ക് വലിയ ആൾക്കാരോടാണ് പറയുന്നത്, അവർ ഇങ്ങനെ എല്ലാം ചെയ്യണം. ഭാര്യയെ തിരക്കിൽ മറന്നുപോലും സാധാരണപ്പെട്ടവരാണെങ്കിൽ പോലും നമുക്ക് എങ്ങനെ നമ്മുടെ ഭാര്യയോട് സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റും? ആ വിധത്തിലെല്ലാം പ്രകടിപ്പിക്കണം. ചേർത്ത് വെക്കണം, ഉമ്മ വെക്കണം, എന്നും ഒരുമിച്ചേ കിടക്കാവുള്ളൂ. നമ്മുടെ ഭർത്താവിൻ്റെ അല്ലെങ്കിൽ ഭാര്യയുടെ മേത്തോ കാല് വെച്ച് കിടക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരു സുഖമാണ്. രാത്രി എല്ലാം കഴിച്ചിട്ട് നമ്മൾ വന്ന് കിടക്കുക, നമ്മുടെ ഭർത്താവിൻ്റെ മേത്തോട്ട് കാലെടുത്തിട്ട് കിടക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ മേലാണ് നമ്മൾ കിടക്കുന്നത്, അല്ലേ? ഒരു സ്ത്രീയുടെ വിശ്വാസമാണ് അവളുടെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ, അവളുടെ അവളുടെ എല്ലാമാണ്. എന്താ പറയുന്നതിന്, അവളുടെ രക്ഷയാണ്. ജീവിച്ചിരിക്കുന്ന അവൾ കാണപ്പെട്ട അവളുടെ ഒരു രക്ഷാകവചമായിരിക്കും അവളുടെ ഭർത്താവ്, അല്ലേ? ഒരു കള്ളം വന്ന് നമ്മുടെ വീട്ടിൽ കയറിയ നമ്മൾ ആദ്യം നമ്മുടെ ഭർത്താവിനെ ഒരിക്കലും ഉണർത്തുന്നത്, അവനാണ് നമ്മൾ സംരക്ഷിക്കണമെന്ന് തോന്നുന്നു. നമ്മൾ തന്നെ അതിനെ പ്രതിരോധിക്കാൻ നോക്കത്തില്ല. നമ്മളെപ്പോഴും നമ്മുടെ കൂടെ കിടക്കുന്ന ഭർത്താവിനെ ഉണർത്താനായിരിക്കും നോക്കുന്നത്. അതുകൊണ്ട് മനസ്സിലാക്കണം, നമ്മുടെ രക്ഷ, നമ്മുടെ മാനവും നമ്മുടെ എല്ലാം കാക്കേണ്ടവൻ, നമ്മുടെ സ്നേഹം, നമ്മുടെ ജീവിതം എല്ലാം അവൻ അർപ്പിച്ചല്ലേ നമ്മൾ ജീവിക്കുന്നത്, അല്ലേ? അപ്പോൾ ആ ആളുടെ പുറത്തോട്ട് കാലെടുത്തിരുന്ന എന്ത് അധികാരത്തിലാണ് കാലെടുത്തിട്ട് ഇറങ്ങിയത്? സുഖമായി എനിക്കറിയാവുന്ന ഒരു ഫാമിലിയിൽ വളരെ വയസ്സായ ഒരു അമ്മയും അച്ഛനും ഉണ്ട്. ഒരു 80 വയസ്സുള്ള അമ്മയും ഒരു 10-87 വയസ്സുള്ളൊരു അച്ഛനും ഉണ്ട്. ആ അച്ഛൻ്റെ മേത്ത് കാല് വെച്ചാണ് അമ്മ കിടക്കുന്നത്, ഇന്നും കിടക്കുന്നത്. വയസ്സാണെന്ന് നമ്മൾ പറയാം, അതല്ല, അതവരുടെ വിശ്വാസമാണ്. ആ കെട്ടുറപ്പാണ് അവർക്ക്. ആ കെട്ടുറപ്പ്, ആ ബന്ധത്തിൻ്റെ സ്ട്രോങ് ആണ് കാണിക്കുന്നത്. അങ്ങനെ ആയിരിക്കണം എല്ലാവരും. ഭാര്യയെ സ്പർശിക്കാതെ ഒരു ദിവസം പോലും ഇരിക്കില്ല, എപ്പോഴും സ്പർശിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. അവിടെ വീട്ടിൽ ലോകത്ത് എവിടെ പോയി യാത്ര ചെയ്യണം, ആദ്യം വന്ന് കയറേണ്ട തൻ്റെ ഭാര്യയെ അണച്ച് പിടിക്കലായിരിക്കണം. അന്ന് ആദ്യം തൻ്റെ ഭാര്യയെ നെഞ്ചോട് ചേർക്കലായിരിക്കണം ഓരോ പുരുഷനും ചെയ്യേണ്ടത്. അങ്ങനെ നോക്കുന്ന ഒരു ഭാര്യയെ നന്ദികേട് ഒരിക്കലും കാണിക്കത്തില്ല. അവൾ വരെ സംതൃപ്തയായിരിക്കും, അവളുടെ ആത്മാവ് വരെ ശാന്തമായിട്ടിരിക്കും. ഇനി ഒരു ജന്മം ഉണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ഭാര്യയാകാനായിരിക്കും അവൾ ആഗ്രഹിക്കുന്നത്. എപ്പോഴും ലോകിൽ എവിടെ പോലും ഓടി വന്ന് വീട് തുറന്ന് ആദ്യം കെട്ടിപ്പിടിക്കണം തൻ്റെ ഭാര്യയെ, ഉമ്മ വെക്കണം തൻ്റെ ഭാര്യയെ. നിനക്ക് ഞാൻ ഇങ്ങനെ കുലുക്കണം, നിനക്ക് ഞാനുണ്ടെന്ന് പറയണം ഭാര്യയെ. അത് ആര് വീട്ടിലുണ്ടെങ്കിലും അങ്ങനെ തന്നെ ആയിരിക്കണം. മക്കളുടെ മുന്നിൽ ഇത് കാണിച്ചു കൊടുക്കണം. അവരും നാളെ ഇങ്ങനെ തന്നെ ആയിരിക്കും. നമ്മുടെ ഭാര്യയുടെ കൈ പിടിച്ച് നോക്കണം, അവിടെ കൈകളിൽ എങ്ങനെ ഇരിക്കുന്നതെന്ന്, അവിടെ മുടി എങ്ങനെ ഇരിക്കുന്നതെന്ന്, അവിടെ കണ്ണെങ്ങനെ ഇരിക്കുന്നതെന്ന് അവളെ കാണണം. നിങ്ങൾ അവിടെ സ്കിന്നൊക്കെ ചുളുങ്ങുന്നുണ്ടാന്ന് നോക്കണം, അവൾ ആരോഗ്യത്തോടെ ഇരിക്കുന്നുണ്ടാന്ന് നോക്കണം. നിങ്ങളല്ലാതെ മറ്റാരും അവൾക്കില്ല. അതുപോലെ തിരിച്ചും അങ്ങനെ ആവും, അന്നേരം ഓട്ടോമാറ്റിക്കൽ അങ്ങനെ ആകും. അങ്ങനെ സ്നേഹം കൊടുക്കൽ വാങ്ങലിൻ്റെ കുറവ് കൊണ്ടായിരിക്കും ആ നല്ല ഫാമിലി പിരിഞ്ഞു പോയത്. ഞാൻ പറഞ്ഞില്ലേ, 40 വയസ്സ് കഴിയുമ്പോഴാണ് സ്ത്രീ സ്നേഹം കൂടുതൽ കൊതിക്കുന്നത്. ഈ സന്ദർഭങ്ങളിലാണ് സ്ത്രീ ചിലപ്പോൾ പാളം തെറ്റി ഓടുന്നതും. സമയം പറയാം, ഭർത്താവ് കെയറില്ല, നോക്കത്തില്ല, സംരക്ഷിക്കത്തില്ല, തിരിഞ്ഞു പോലും നോക്കാത്ത ചില സ്ത്രീകൾ സ്നേഹം എങ്ങോട്ടെങ്കിലും കിട്ടിയാൽ ചിലപ്പോൾ ഈ 40 വയസ്സിൽ യൗവനോ എന്നൊക്കെ പറയത്തില്ലേ, ആ സമയത്തൊരു ബോധക്കോടും ഉണ്ടാവും. സ്നേഹം ആരെങ്കിലും കാണിച്ച് അങ്ങോട്ട് വീണ് പോകും. മനസ്സിലായ? അപ്പം സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാണ്
സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്നൊരു സമയം കറക്റ്റ് ഒരു സ്ത്രീ 40 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ്. നിങ്ങൾ തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയും, ഇത് വെറുതെ തെറ്റാണ്, ഇതല്ല സിങ്കുമ എന്ന് പറയും. അതുവരെ ഒരു മക്കളെ വളർത്തണം, പ്രാരാബ്ദം. മക്കളെ വളർത്തണം, സ്കൂളിൽ ചേർക്കണം, പഠിപ്പിക്കണം, ഹോംവർക്ക് ചെയ്യിപ്പിക്കണം, അവരുടെ യൂണിഫോം കഴിയിടണം, ഒരുക്കി വിടണം, അവർക്ക് ടിഫിൻ കൊടുത്ത് വിടണം, സ്കൂളിൽ പോയി അന്വേഷിക്കണം, വിളിച്ചുകൊണ്ട് വരണം. ഒരുപാടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അമ്മായമ്മയുണ്ടെങ്കിൽ അവരുടെ അമ്മായച്ചനൊക്കെ ഉണ്ട്, അവരുടെ കാര്യങ്ങൾ നോക്കണം, നമ്മുടെ വീട്ടിലെ മുഴുവൻ കാര്യം. അതിൻ്റെ ഇടയ്ക്കൊന്നും ഒരു സ്ത്രീ ശരിക്കും പറഞ്ഞാൽ അവളെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ഒക്കെ സമയം കാണത്തില്ല. ഇതെല്ലാം കഴിഞ്ഞ് വരുന്ന സമയമാണ് ഈ 10, 40, 45 വയസ്സായി വരുന്ന സമയം. മക്കളൊക്കെ നമ്മുടെ കൂടെ ഒന്ന് വളർന്നു, അതുവരെ വീട് നിറഞ്ഞ് നിന്ന പിള്ളേരെല്ലാം അന്യദേശത്തോട്ടൊക്കെ പോകും, അല്ലെ കല്യാണം കഴിച്ചു പോകും. അതോടുകൂടി ഇവൾ ഒറ്റപ്പെടുകയാണ്. ഭർത്താവ് എന്ന് പറയുന്നവൻ ബിസിനസ്സുകാരന് പുറം ലോകമായിട്ട് സഹകരിച്ച് ജീവിക്കുന്നവനായിട്ട് അവൻ ഇതറിയുന്നില്ല. ഈ ഒറ്റപ്പെടൽ ഈ സ്ത്രീയാണ് അനുഭവിക്കുന്നത്. അപ്പോഴാണ് സ്ത്രീക്ക് വേണ്ട കെയറിങ് കൂടുതൽ കൊടുക്കേണ്ടത്. അത് ബുദ്ധിയുള്ള പുരുഷൻ കൊടുത്തിരിക്കും. ബുദ്ധിയുള്ള എന്നെ കാണുന്ന ഏതെങ്കിലും ഇത് പുരുഷന്മാർക്ക് ഇത് സെൻഡ് ചെയ്ത് കൊടുക്കണം. ചിലപ്പോൾ അവരുടെ ഓർമ്മയിൽ പോലും ഇല്ലാത്ത കാര്യമായിരിക്കും ഇത്. നിങ്ങൾ പുറത്ത് പോയി ഓടി വന്ന് ആദ്യം വന്ന് കാണേണ്ടത് നിങ്ങളുടെ ഭാര്യനെ തന്നെയാണ് കാണേണ്ടത്. അവളെ ഒന്ന് നെഞ്ചോട് ചേർക്ക് ഡെയിലി നിങ്ങൾ അവളെ ഒന്ന് നെഞ്ചോട്. ഇത് സെക്സ് അല്ല, സുരക്ഷിതത്വം കൊടുക്കുകയാണ്. അവളുടെ ഉള്ളിലെ വിശ്വാസം നിങ്ങൾ നേടുകയാണ്. സ്നേഹം ഇങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരികയാണ് നിങ്ങളോട്. ഞാനും ഒരു ഭാര്യയായിരുന്നു, ഞാനിതൊക്കെ കൊതിച്ചിട്ടുള്ളതാണ് എൻ്റെ ജീവിതത്തിൽ. ഇന്ന് എനിക്കിതെല്ലാം എൻ്റെ ബോബിൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്നുണ്ട്. ഞാൻ സംതൃപ്തയായ ഭാര്യയാണ്. എന്നെ കേൾക്കുന്ന എൻ്റെ മഹാലക്ഷ്മികളായ എൻ്റെ സ്ത്രീകൾ, എൻ്റെ സഹോദരങ്ങൾക്കെല്ലാം ഒരുപാട് പേര് വിലപിക്കുന്നുണ്ട് ഭർത്താവിൻ്റെ ഒരു സ്നേഹത്തിന്, നോട്ടത്തിന്, ഒരു സ്പർശനത്തിനും ഒക്കെ വേണ്ടിയിട്ട്. അങ്ങനെയുള്ളവരിലേക്ക് നിങ്ങളുടെ കണ്ണെത്താൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ലജ്ജയില്ലാതെ ഈ വീഡിയോ ഇടുകയാണ് കേട്ടോ. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ എല്ലാ കുടുംബങ്ങളും നല്ല കെട്ടുറപ്പുള്ളതാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണ് കേട്ടോ. ഇതിൽ തെറ്റുകുറ്റങ്ങളൊക്കെ ഉള്ളത് ക്ഷമിക്കണേ. ഓക്കെ.